A small day in my life. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് നീച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ടൈം 9:37 ആണ് ഗായ്സ് നമ്മളെ ടൈം. ഞാനിപ്പോൾ ബ്രഷ് പോലും ചെയ്തിട്ടില്ല ഗായ്സ്. നമുക്ക് ബ്രഷ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ മുടിയൊക്കെ കോളായിക്കണ്. ഞാൻ ബ്രഷ് ചെയ്തിട്ട് മുടി കെട്ടു ഗായ്സ്. അപ്പോൾ ഇതാണ് ഗായ്സിൻ്റെ മിക്കി മൗസിൻ്റെ ഇലക്ട്രിക് ബ്രഷ്. അപ്പം ഇതാണ് ഗായ്സിൻ്റെ പേസ്റ്റ്. നമുക്കത് തേക്കാം. ഗായ്സ് തേക്കാൻ വേണ്ടി നല്ല പാടാണ് ഗായ്സ്. ഒന്നാമതിൻ്റെ കയ്യിലൊരു ബ്രഷ് ഉണ്ട്, അതുകൊണ്ട് ആർക്കും പറ്റുന്നില്ല. ഞാൻ കുറേ നെക്കി നോക്കുന്നുണ്ട്. കിട്ടുന്നില്ലല്ലോ. ഞാൻ ഒന്നും കൂടി നോക്കട്ടെ ഗായ്സ്. അപ്പോൾ ഗായ്സ് അങ്ങനെ നമ്മൾ പേസ്റ്റൊക്കെ തേച്ച് ഇനിയിപ്പോൾ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗായ്സ് അപ്പുറത്ത് TV വെച്ചിട്ടാണ്, അതുകൊണ്ട് ഞാൻ നിൽക്കുകയാണ് ഗായ്സ്. അങ്ങനെ ഗായ്സ് ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് വേഗം പോയി മുടി കെട്ടാൻ വേണ്ടി പോവാം. അപ്പോൾ ബണ്ണും ചെറുപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുടി വാരാം. മുടി പിന്നിലും മുമ്പിലും എല്ലായിടത്തും മാറണം ഗായ്സ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, കെട്ടുമ്പോൾ ഒരു ഭാഗത്ത് മാത്രം ആകൊരു വൃത്തിയുടെ കാര്യം. എനിക്കതിഷ്ടമല്ല. ഇനി ഗായ്സ് നമുക്ക് ബണ്ണ് കെട്ടാം. നല്ല ഇലാസ്റ്റിക് ബണ്ണാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ് ഗായ്സ് ആ ബണ്ണ്. ഈ ബണ്ണ് ഞാൻ സൗദിയിൽ നിന്ന് വാങ്ങിയ ബണ്ണാണ് ഗായ്സ്. എൻ്റെ ഫേവറേറ്റ് ബണ്ണാണ്. എൻ്റെ മുഖത്ത് കൂടെ ഒക്കെ മുടി അടക്കുന്നുണ്ട്, വെള്ളമായി ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ബണ്ണും കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ ബണ്ണൊക്കെ ഇനി നമുക്ക് വേഗം പോയിട്ട് ഈ ക്ലിപ്പ് കിട്ടാം. അങ്ങനെ ക്ലിപ്പ് വീണ്ടും അത്ര പെർഫെക്ഷനൊന്നുമില്ല, എനിക്കിത്ര കിട്ടാനൊക്കെ അറിയുള്ളൂ ഗൈസ്. നമുക്ക് ഇവിടുത്തെ ഫിറ്റ് ചെക്ക് മൈക്കൊന്ന് കാട്ടാം. ഫിറ്റ് ചെക്ക് ഇത് മതി, ഫിറ്റ് ചെക്ക് ഗൈസ്. ഇനി നമുക്ക് ഗൈസുകൾക്കൊരു കാര്യം അറിയാം, എനിക്ക് നുണക്കുഴിയില്ല. ബട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നുണക്കുഴി ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പെൻസിൽ കൊണ്ട് കുത്തി വെച്ചിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതെല്ലാം പോയിട്ടില്ല, അത്രയ്ക്കും കുത്തി ഉള്ളിൽ കയറ്റിക്കായിരുന്നു ഗൈസ്. അതാണ് ഈ സംഭവം. ചെറുക്കുമ്പോൾ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ ഒരു ഓട്ടോമാറ്റിക്ക് തോന്നും, പക്ഷേ അത് നുണക്കുടിയാണെന്ന് മനസ്സിലാവില്ല ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയ എന്നല്ല, ഇങ്ങനെയാണ് ഈ രാവിലെ വന്ന ഫുഡ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫുഡ് നൂൽപുട്ട് ആൻഡ് കിഴങ്ങ് കറിയാണ്. അപ്പോൾ നമുക്ക് നൂൽപുട്ട് തിന്നാം ഗൈസ്. ഈ നൂൽപുട്ട് നല്ല രസമുണ്ട് ഗൈസ്, പക്ഷേ കറികളൊക്കെ ചമ്മ അങ്ങനെ തിന്നുമ്പോഴൊക്കെ വരാറുണ്ട്. അങ്ങനെ ഇങ്ങനെ ഉണ്ടായിരുന്ന പ്രശ്നം അങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പോയിട്ട് ഒന്ന് കളർ ചെയ്യാൻ വേണ്ടി പോവാം. എനിക്ക് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ ഏതാ എൻ്റെ ബാഗ്? ഇത് കണ്ടെന്ന് എൻ്റെ അനിയൻ്റെ ബാഗാണ് ഗൈസ്. നമുക്ക് 3 ബാഗ് ഇടുന്നൊന്നും വിചാരിക്കില്ല കേട്ടോ. ഓക്കെ, ഇതാണ് എൻ്റെ ബാഗ്, എൻ്റെ ഫേവറേറ്റ് ബാഗ്. എനിക്ക് നല്ല ഇഷ്ടം ഈ ബാഗ്. ഇതിനെക്കാട്ടിലും നല്ല രസമുള്ള ബാഗൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് കഴിഞ്ഞ വർഷം യൂസ് ചെയ്തായിരുന്നു, അതുകൊണ്ടാണ് യൂസ് ചെയ്യാൻ. അപ്പോൾ ഈ സിബിലാണ് എൻ്റെ ഇതെല്ലാം അങ്ങനെ കളേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഊഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ സെക്ഷൻ അങ്ങനെയാണ്. ഓക്കെ, ഇതാണ് എൻ്റെ എന്താണ് ബുക്ക്. കാരണം ഞാൻ എപ്പോഴും ഈ ബുക്കൊന്ന് പേജ് കയറും. ഇപ്പോൾ എന്തെങ്കിലും തിരക്കുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സമയത്താണ് ഞാൻ പേജ് കയറാറുള്ളത്, അതുകൊണ്ട് അപ്പുറത്ത് പേജ് കയറും. അത് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള കളർ ഇതാണ് ഗൈസ്. സെലക്ട് ചെയ്യല കൊടുത്തേ, ഇത് കളർ ചെയ്തിട്ട് അടുത്ത കളർ ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് വേണ്ട കളർ ബ്ലാക്കാണ് ഗൈസ്. ബ്ലാക്കാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത്. അങ്ങനെ സ്കെയിൽ കിട്ടിയിട്ടുണ്ട്, അത്ര പ്രശ്നമൊന്നും ഇല്ലല്ലേ, കുഴപ്പമില്ല. ഇനി അടുത്ത് ബ്രൗണ്, കുഴപ്പമൊന്നുമില്ല. ചിക്ക ഇനി എന്താ? അയ്യോ, ഈ പെണ്ണിന് എന്തൊക്കെയാണ് വെച്ച് കൊടുത്തെങ്കിലും ഇനിയിപ്പോൾ സാരില്ല, പേജ് കയറത്തെ. ഇനി വേഗം നമുക്ക് ഈ ക്രയോൺസ് വരയ്ക്കാം. അതാ, അയ്യോ ഗൈസ്, ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ നമ്മുടെ കളർ. ചുവപ്പ് കളറാണ് ഫസ്റ്റ് കളർ. അങ്ങനെ നമുക്ക് വേഗം തന്നെ ചുവപ്പ് കളർ കൊടുക്കാം. അങ്ങനെ ചുവപ്പ് കളർ കൊടുത്തിട്ടുണ്ട്, മതിയായിരിക്കും, കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത എന്താ? ഓറഞ്ച് കളർ കൊടുത്തിട്ടുണ്ട്, പ്രശ്നമില്ലല്ലേ. പിന്നെ യെല്ലോ കളർ, അങ്ങനെ യെല്ലോ കളറും കൊടുത്തു. ജിങ്ക ചിക്ക മതി. ഇനി നമുക്ക് നമ്മളെ പർപ്പിൾ കളർ കൊടുക്കാം. പർപ്പിൾ അങ്ങനെ അത് കൊടുത്ത് കഴിഞ്ഞാൽ
കുഴപ്പമൊന്നുമില്ലല്ലേ. ആ ഇനി നമുക്ക് അടുത്ത സ്കിൻ കളർ കൊടുക്കാം. അപ്പോൾ നിൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ കിടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടുണ്ട്, അത്ര കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ബ്ലൂ കളർ കൊണ്ട് കുറച്ച് ഡെക്കറേഷനൊക്കെ ആയാലോ. ആ ഇപ്പം സെറ്റായിട്ടുണ്ട് ഡ്രോയിങ്. ഇതാണ് എൻ്റെ ഡ്രോയിങ്. ഞാൻ വരച്ചിട്ടുള്ള ഡ്രോയിങ് ഇതാണ്. ഓക്കെ ഇനിയിപ്പോൾ എന്താ എനിക്കറിയില്ല. ഓക്കെ ഇനി നമുക്ക് വേഗം ഒരു പണിയില്ല ഗൈസ്. ഇനി നമുക്ക് വേഗം എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കാതെ അങ്ങനെ പോകാൻ പറ്റൂലല്ലോ. മുഴുവൻ കാലത്തെടുക്കും. അങ്ങനെ എൻ്റെ കുറച്ച് കസിൻസാണ് അനിയന്മാർ ഇവിടെ ഉണ്ട്. അവളിത് കണ്ടാൽ മുഴുവൻ ചുമലിന് മുഴുവൻ ഡെക്കറേഷനൊക്കെ കാര്യം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ എടുത്ത് വെച്ചിട്ട് ബാഗിലെടുത്തൊക്കെയാണ് വയ്ക്കുന്നത്. അപ്പോൾ എല്ലാതും പെൻസിൽ കളേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് റഫ് ബുക്ക് എടുത്തേക്കണം. അതിനുശേഷം നമുക്ക് ഈ ഒരു പെൻസിൽ കളേഴ്സും ഇതൊക്കെ എടുക്കാം ഗൈസ്. അല്ലതൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് വേഗം വെക്കാത്ത എനിക്ക് സെറ്റായി കിട്ടിയതാണ്. വെറും 50 രൂപയ്ക്കാണ് ഇതൊക്കെ കിട്ടുന്നത്. നല്ല സാധനമൊക്കെ നല്ല ഇഷ്ടമായി സാധനം ഗൈസ്. കുറേ കളേഴ്സ് ഉണ്ട്. ഓക്കെ ഇനി നമുക്ക് വേഗം തന്നെ ഈ സ്കെയിൽ നിന്നൊക്കെ എടുത്തേക്കാം. ഇത് ഉണ്ടാവില്ല ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ മറ്റു വയ്ക്കുന്നത്. ഇനി നമുക്ക് ബാഗ് വയ്ക്കാം ഗൈസ്. അൽമാർ തുറക്കുന്നു. അതിനുശേഷം ഇത് വെക്കാൻ വേണ്ടി നിൽക്കുന്നു. അതിനുശേഷം ഇത് വെക്കുന്നു. അങ്ങനെ അത് വെക്കലും കഴിഞ്ഞു. അതിൽ കോലാലെ ഗൈസിൻ്റെത് എന്താ ചെയ്യുക. അത്ര നല്ല ഡ്രസ്സൊന്നുമില്ല. ഓക്കെ നമുക്ക് വേഗം തന്നെ ഇതാടുത്ത ഫോണാണ്. ഇതിൻ്റെ അമ്മയുടെ ഫോണ്. ഞാൻ അടുത്ത എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വിളിച്ചിരുന്നു. നമുക്കിത് വേഗം തന്നെ പോയി എടുത്ത് വെക്കാം. ഓക്കെ ഇനി അവിടെ ഒരു പേപ്പർ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതും നമുക്ക് പോയി വേഗം ഡസ്റ്റ്ബിന്നിൽ പോയി ഇടണം. അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും അങ്ങനെ ചെയ്യാനൊന്നുമില്ല. പക്ഷേ ഞാൻ ഉണ്ടാക്കിയ നൂലിപ്പൊട്ടും ഇത് നല്ല ക്രിസ്റ്റലിൻ്റെ മാമ ഉണ്ടാക്കി തന്നത്. പക്ഷേ ഞാൻ പുറത്തേക്ക് പോകാൻ എന്താണെന്ന് വിചാരിച്ചാൽ നല്ല വെയിലാണ്. നിങ്ങൾക്ക് തന്നെ കാണില്ലേ. പക്ഷേ ഈ കത്രിക നിങ്ങൾക്ക് എന്ത് കത്രികയെന്ന് അറിയോ? ഒരു പ്രത്യേകം തരം കത്രികയാണ്. എല്ലായിടത്തും ഇപ്പം ഉണ്ടാവും. ഇതൊക്കെ പണ്ട് വാങ്ങിയതാണ്. ഓക്കെക്കോ കണ്ടോ, പെർഫെക്ഷൻ ഷേപ്പിൽ വന്നിട്ടുണ്ട്. കണ്ടോ ഇങ്ങനെയാണ് വരല്. കത്രിക നമുക്കിങ്ങനെ ഡെക്കറേഷനിലൊക്കെ നല്ല ഭംഗിയിലൊക്കെ ക്രാഫ്റ്റൊക്കെ ചെയ്യണമെങ്കിലോ നല്ല രസമുള്ള യൂസ്ഫുൾ സാധനമൊക്കെ. ഇത് പണ്ട് വാങ്ങിയതാണ്. എന്നാലും അന്നൊന്നും നമുക്കിത് ഉപയോഗിക്കാനുള്ളൊരു ബുദ്ധി നല്ല സാധനം ഉണ്ടായിരുന്നില്ല. ഇത് എന്തിനാണ് ഉപയോഗിക്കേണ്ടത്, ഇത് എന്താ സാധനം, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഒക്കെ നമുക്ക് അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഇതിപ്പോഴത്തെ ട്രെൻഡിങ്ങായി പോണ സാധനമാണ്. അയ്യോ കുഴപ്പമില്ല, മുറിയൊന്നും ആയിട്ടില്ലല്ലോ. മുറിയൊന്നും ആയിട്ടില്ല. അപ്പോൾ ഗായ്സ് എല്ലാവരും എന്താ പറയുക അതൊക്കെ ചെയ്യാം ഗായ്സ്. സോ ബൈ ബൈ everyone. Like, share, subscribe and like. God bless you.